ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ദൃശ്യത്തിൽ പാർലമെന്റ് മന്ദിരത്തിൻ്റെ മുൻപിലുള്ള ചുറ്റുമുള്ള മതിൽക്കെട്ടാണത്. ആ മതിൽക്കെട്ട് തൊട്ടുള്ള ഒരു സമരം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10-25 വർഷത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പാർലമെന്റിന്റെ മതിൽക്കെട്ട് തൊട്ട് നടന്നിട്ടുള്ള ഒരു സമരം, ആ മതിൽക്കെട്ടിലേക്ക് അടുക്കാൻ കഴിഞ്ഞൊരു സമരം ഇതിനു മുൻപ് കഴിഞ്ഞ ഒരു 1/4 നൂറ്റാണ്ടിൽ ദില്ലി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പാർലമെന്റിന്റെ മതിൽക്കെട്ടാണ്, പാർലമെന്റിന് പുറത്തുള്ള മതിൽക്കെട്ടാണ്. ആ മതിൽക്കെട്ടിനോട് അടുത്തുവരെ എത്താൻ സമരക്കാർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിലയിൽ ഈ സമരം എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു സാധാരണ സമരമല്ല. ദില്ലിയുടെ ചരിത്രത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തീർച്ചയായും ഈ വിദ്യാർത്ഥികൾ, യുവാക്കൾ നടത്തുന്ന സമരം ദേശീയ തലത്തിലെ വലിയൊരു മുന്നേറ്റമാണ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഈ സമരത്തിന്, പ്രതിപക്ഷത്തെ എല്ലാ ഈ സമരം പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ സമര കേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തിയിരുന്നു. പവൻ ഖേരയെ പോലുള്ള നേതാക്കൾ, CPM ജനറൽ സെക്രട്ടറി MA ബേബി എത്തിയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ വന്നിരുന്നു. അതുപോലെ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾ വന്നിരുന്നു. RJDയുടെ നേതാക്കൾ വന്നിരുന്നു. ആ നിരയിൽ നോക്കിയാൽ പ്രതിപക്ഷ നിരയിലെ പ്രധാനപ്പെട്ട എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ജന്തർ മന്ദറിലേക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ഈ ബാരിക്കേഡിലേക്ക് കല്ലുകൾ വന്ന് വീഴുന്നത് കൂടി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പോലീസിനെ പ്രതിരോധിക്കാൻ, കേന്ദ്രസേനയെ പ്രതിരോധിക്കാൻ ശക്തമായ കല്ലേറും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കല്ലേറ് നടത്തുന്നത് കോക്രോച്ച് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളല്ല എന്നാണ് കോക്രോച്ച് പാർട്ടി ഔദ്യോഗികമായി പറയുന്നത്. അത് ഈ സമരത്തിലേക്ക് നുഴഞ്ഞു കയറിയവരാകാം എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമരത്തെ പൊളിക്കാനുള്ള ചില നീക്കങ്ങൾ ആ നിലയിൽ നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം കൂടി ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പാർലമെന്റ് കെട്ടിടം, നമ്മൾ രണ്ടാമത്തെ ദൃശ്യത്തിൽ കാണുന്ന കെട്ടിടം എന്ന് പറയുന്നത് റെയിൽ ഭവനാണ്. റെയിൽ ഭവൻ എന്ന് പറയുന്നത് പാർലമെന്റിനോട് ചേർന്ന് കിടക്കുന്ന കെട്ടിടമാണ്. അപ്പോൾ ഈ സമരം പാർലമെന്റിനോട് ഏറ്റവും അടുത്ത് വരെ, പാർലമെന്റിന് ചുറ്റും എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ഈ സമരം അടുത്തെത്തിയിരിക്കുന്നു. പാർലമെന്റിനെ വളഞ്ഞ് ഈ സമരം നടന്നിരിക്കുന്നു. ഇന്നത്തെ പാർലമെന്റ് മാർച്ച് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ചെറിയ സമരമല്ല, ഇത് യുവാക്കളുടെ വികാരമാണ്. ദേശീയ പതാക ഉയർത്തി, അംബേദ്കറുടെ ചിത്രം ഉയർത്തിയാണ് ഈ കുട്ടികളൊക്കെ ഈ പ്രതിഷേധത്തിന്റെ, ഈ ഒരു പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നത്. ഇവരെ കസ്റ്റഡി പോലീസ് പരിശ്രമിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റഡിയിൽ പോകാൻ കാണാൻ കഴിയും. സംഘർഷ സാഹചര്യങ്ങൾ ഇപ്പോഴും പാർലമെന്റിന് ചുറ്റും നിലനിൽക്കുകയാണ്. പാർലമെന്റിന് ഉള്ളിലാണെങ്കിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സർക്കാരിനെ നേരിടുന്നതും കണ്ടു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇതേ തുടർന്ന് നാളത്തേക്ക് പിരിയുകയും ചെയ്തു. ഈ വിഷയം ഇവിടെ അവസാനിക്കില്ല. ഇത് കൂടുതൽ ശക്തമായി വരും ദിവസങ്ങളിലും തുടരും. ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട്, ഈ വിഷയത്തിൽ സർക്കാരിൽ നിന്ന് നടപടി ആവശ്യപ്പെട്ട് തന്നെയായിരിക്കും പാർലമെന്റിനുള്ളിൽ ഇനി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നീക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. പാർലമെന്റിനുള്ളിലും പുറത്തും പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. CJP ഉയർത്തുന്ന വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, അയോധ്യ സംഭാവന തട്ടിപ്പുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് കേന്ദ്ര സർക്കാർ. എങ്ങനെയായിരിക്കും കേന്ദ്ര സർക്കാർ ഈ വിഷയങ്ങളെ നേരിട്ട് മുന്നോട്ട് പോവുക? മുൻകാലങ്ങളിൽ കണ്ടതുപോലെ കർഷക സമരത്തെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോയതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഈ സമരത്തിന് നേരെയും കേന്ദ്ര സർക്കാർ ചെലുത്തുമോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നറിയാനും കാത്തിരിക്കാം. വരും വർഷം ഒരുപാട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് യുവാക്കളുടെ വലിയ പ്രതിഷേധം ആഞ്ഞടിക്കുമ്പോൾ അതിനെ ഏത് രീതിയിലായിരിക്കും കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്യുക, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ദില്ലിയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം. കൂടുതൽ വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും തിരിച്ചെത്താം.